ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് വീഡിയോ ആണ്. ചലഞ്ചിങ് വീഡിയോ എന്ന് പറയുമ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. നെയിം ആൽഫബറ്റിക് ഫുഡ് ഈറ്റിംഗ് ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ മഞ്ഞ ചാലഞ്ച് അല്ല, നെയിം ആൽഫബറ്റിക് ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച്. അപ്പോൾ എൻ്റെ പേര് വെച്ചിട്ട് എൻ്റെ പേരിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ ആ ലെറ്റേഴ്സിൽ തുടങ്ങുന്ന ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ചാലഞ്ച്. അപ്പോൾ നമുക്ക് ചാലഞ്ചിലേക്ക് കിടക്കാം. അപ്പം ഞാനിതവിടെ എൻ്റെ പേര് ഇവിടെ സ്ലേറ്റിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം THASNI മൊത്തം 6 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 6 ലെറ്റേഴ്സിലും വരുന്ന ഫുഡ് വേണം നമ്മൾ കഴിക്കാൻ. അപ്പോൾ ടീൻ്റെ ഫുഡ് ഞാൻ നേരത്തെ കണ്ടു വെച്ചിട്ടുണ്ട്. മറ്റൊന്നല്ല, നമ്മുടെ ടൊമാറ്റോ ആണ്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഞാൻ ഈ തക്കാളി പച്ചക്ക് തിന്നുന്നവരുണ്ട്, പക്ഷെ ഞാൻ ഇതൊന്നും കഴിക്കാറില്ല. സ്ലൈറ്റ് പെൻസിൽ എൻ്റെ ബാഗിലുണ്ട്, എൻ്റെ ബാഗിലുണ്ട്. അപ്പോൾ തക്കാളി ഒന്നും ഞാൻ പച്ചക്ക് കഴിക്കലില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഫുള്ള് കഴിക്കൊന്നുമില്ല. ഇത് കട്ട് ചെയ്തിട്ട് ഒരു കഷ്ണം മാത്രമേ കഴിക്കുള്ളൂ. കാരണം ഫുള്ള് കഴിക്കണം എന്നില്ലല്ലോ. ആ പേരിലുള്ളൊരു സാധനം കഴിച്ചാൽ മതി എന്നാണല്ലോ. അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് തരാം കേട്ടോ. ഇതായത് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ കഷ്ണമായിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ T ലെറ്ററിൻ്റെ ഫുഡാണ് ഇത്. ഇനി തക്കാളി വയ്ക്കുമോ? ആദ്യമായിട്ടാണ് സാധനം ഞാൻ ഈ തക്കാളി പച്ചക്ക് കഴിക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ല, പിന്നെ ചാലഞ്ചിങ് ആയതുകൊണ്ട് തിന്നാൻ പറ്റൂലല്ലോ. ഇനി തക്കാളി വയ്ക്കുമോ? കടിച്ചോക്ക് കടിച്ചോക്ക്. ഇനി തക്കാളി ഉണ്ടല്ലോ, കടിച്ചോക്ക്. പറ്റൂല. വെള്ളത്തി അപ്പം ടീ വെച്ചിട്ടുള്ള ഫുഡ് കഴിച്ച് അടുത്തതെന്ന് പറയുന്നത് H ആണ്. H വെച്ചിട്ട് എന്ത് ഫുഡാണ് അതിനും H വെച്ചിട്ട് നമുക്ക് ഹോർലിക്സ് കുടിക്കാം അല്ലേ? എനിക്ക് വേണം. എൻ്റെ പേര് വെച്ചിട്ടാണ് എനിക്ക് വേണം. ഓക്കെ ഗൈസ്, അപ്പം H വെച്ചിട്ട് നമുക്ക് ഹോർലിക്സ് കുടിക്കാം. എൻ്റെ ഹോർലിക്സ് വേണോ? നമുക്ക് ഉണ്ടാക്കും. ഒരു ഗ്ലാസ് കാച്ച, ഒരു ഗ്ലാസ് വരെ. ഞാൻ എഴുതിയത് വായിച്ചു പറഞ്ഞോ? ഒരു ഗ്ലാസ്സേ കാച്ചുന്നുള്ളൂ. 500 വേണമെന്നാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഷെയർ ചെയ്ത് കുടിച്ചോളും. ഇവിടെ വെക്കാം. അത് ആവി പിടിക്കുന്ന ഗുളിക, അത് പൊട്ടിച്ച് വെച്ചതാണ്. കയ്യിലാക്കിയിട്ട് മുഖത്ത് പോയി തൊട്ടിട്ടുണ്ടെങ്കിൽ നല്ല വിവരം അറിയും കേട്ടോ. കഴിക്കാൻ പോവും. നല്ലോണം കഴിഞ്ഞിട്ട് വേണം. കഴിക്കോ മരിയാമ്മൻ? തൊട്ടിലാമ്മ അപ്പുറം കളിക്കാൻ പോയി. പാല് തിളച്ചിട്ട് നമുക്ക് മിണ്ടല്ലോ ഞാൻ പറയട്ടെ. ഹോർലിക്സ് നമുക്ക് അതിനകത്തേക്ക് ഇടാം. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കുടിക്കാം. എൻ്റെ കൂടെ അത് പൊട്ടിച്ച കട്ടടിക്കും. നമുക്ക് അതിനകത്ത് ഇട്ടിട്ട് ഇമ്മി കുടിക്കാൻ തരും. അപ്പൊ ഞാൻ ചാലഞ്ച് എടുക്കാൻ പോകാൻ പറഞ്ഞപ്പോ എന്റെ കൂടെ വന്നതാട്ടോ. ഞാൻ കാണൂല ക്യാമറയില്. ഇഞ്ഞ കാണുവോ ക്യാമറ? എന്തെനിക്ക് പറയാനുള്ള ഗൈസ്? ഇതിനെന്തോ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് തിളച്ച് ഇട്ടിട്ട് ഞങ്ങൾ രണ്ടാളോട് കുടിക്കാം. എൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ ഞാനും ഉണ്ട് ചലഞ്ചിനെന്നും പറഞ്ഞിട്ട് വന്നതാട്ടോ. ഗൈസ്, നമ്മുടെ പാല് തിള വരുന്നുണ്ട് കേട്ടോ. എന്നാ എന്നെ പാട്ട് പാട്. മറ്റേ എന്തേനോ അത് പാട്. കരയാമയോ? ബാക്കി പാട്. ബാക്കി അത്രേ ഉള്ളൂ, അത്ര അറിയുള്ളൂ. നമ്മളെ ഹോർലിക്സ് കളിച്ചിട്ട് നമുക്ക് അതിൽ പോയി നൂഡിൽസ് ഉണ്ടാക്കാം.
ഗായ്സ് നൂഡിൽസ്. നൂഡിൽസ് ഉണ്ടാക്കാം. എണ്ണ വെച്ചിട്ട് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. എണ്ണ വരുന്നുണ്ട്. എണ്ണ വെച്ചിട്ട് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. അപ്പൊ ഞാനിത് ഫുള്ള് ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇതിൽ തോനുണ്ട്, നമുക്ക് ഫുള്ള് വേണ്ട. അപ്പൊ നമ്മളെ ഹോർലിക്സ് ആയിട്ടുണ്ട്. പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇത് ചൂട് ഇങ്ങനെ ഊതി ഊതി കുടിക്കല് നടക്കാത്ത കാരണം നമുക്കിത് ചൂടാറ്റാം. എന്നിട്ട് ഞങ്ങൾ ഉണ്ടാകും കൂടി പകുതി എനിക്ക് കൊടുക്കണം. എനിക്ക് ചൂടോടെ കുടിക്കൂലല്ലോ, അപ്പൊ എന്തായാലും ചൂടാറ്റണം. അപ്പൊ നമുക്ക് ഫുള്ള് നാക്ക് കൊള്ളു. ഹോർലിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഓന്റെ പേര് എഴുതുന്നാട്ടോ. ഓന്റെ പേരുള്ള ഫുഡ് കഴിക്കണം എന്ന് അറിഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഹോർലിക്സ് കുടിക്കാം. അത്രേ ഉള്ളൂ. അന്നു അത് കുടിച്ചോ, വലിച്ചു കുടിക്കേ. അപ്പൊ ഗൈസ് എന്റെ ചാലഞ്ച് ചെയ്യുമ്പോ ഇന്റെ ഫുഡ് എനിക്കും തരണം കേട്ടോ. എന്റെ ഫുഡൊക്കെ ഇനി അടിച്ചു പറ്റി കഴിക്കുന്നുണ്ട്. ഓക്കെ, എന്നാ വേഗം വലിച്ചു കുടിച്ചോ. അപ്പം അടുത്ത ലെറ്റർ ഗൈസ് എ വെച്ചിട്ട് ആപ്പിൾ ഒക്കെയാണുള്ളത്. ആപ്പിൾ ഇവിടെ ഇല്ല. ഗൈസ് ഒരു അനാർ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് കേട് വന്നിക്കോന്ന് അറിയില്ല. ഒരു അനാർ ഇവിടെ വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായി. ആർക്കും വേണ്ടാണ്ട് അവിടെ കിടക്കാം പൊളിക്കാൻ മേടിച്ചിട്ട്. അപ്പം നമുക്ക് അതിനെ പൊളിച്ചു വെക്കാം. കേട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കഴിക്കാം. കേട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാം. ഗൈസ് ഇത് ഉണങ്ങി പോയിട്ടുണ്ട്. നമുക്ക് ഒന്ന് പൊളിച്ചു വെക്കാം. കുടിക്കാത്തെന്താ ഇത് അനാർ ഉണങ്ങി വറ്റി വരണ്ടു പോയി. ഇതിനകത്ത് സാധനം ഉണ്ടോ കേട് വന്നൊക്കൊന്നും അറിയില്ല. നമുക്കിത് പൊളിച്ചു വെക്കാം. കേട് വന്നിട്ടില്ല. നല്ല അനാറാണ്, ഉണങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ആരാ വരുന്നത്? അബിയ കിട്ടും. എടാ വാപ്പച്ചി വന്നിട്ട് ഞങ്ങൾക്ക് കോള്, ഞങ്ങൾക്കവിടെ കോള്, എനിക്കവിടെ കോള്. വാപ്പച്ചി വന്നിട്ട് അപ്പൊ കഴിച്ച് അനാറ് ഞാൻ ഫുള്ള് പൊളിച്ചിട്ടില്ല, കുറച്ച് പൊളിച്ചിട്ടുണ്ട്. നമുക്ക് അനാറ് കഴിച്ചാൽ മതിയല്ലോ. അപ്പൊ അതായത് ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. അന്നുവിന് വേണോ? പൊട്ടിച്ചു. അപ്പൊ ഗൈസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ കൈയൊന്ന് കഴിച്ചു വരാം. അനാറ് എന്നിട്ട് എന്താക്കിയത്? അനാറ് എന്നിട്ട് അങ്ങനെ ഇഷ്ടപ്പെടാഞ്ഞിട്ട്. അപ്പൊ ഗൈസ് ടി എച്ച് 3 ലെറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ഇനി എസും എന്നും ഐയും 3 ലെറ്റർ ഉണ്ട്. അപ്പൊ എസ് വെച്ചിട്ട് സ്പ്രൈറ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ലേശം കുടിച്ചിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അതിനാപ്പി പെയിന്റിന്റെ വള്ളി വരുവോ? പെയിന്റിന്റെ വള്ളി വരുവോ? ഒരു പെയിന്റിന് ഇവിടെ വള്ളിയില്ല. വള്ളിയില്ലാണ്ട് അത് ഇടാൻ പറ്റൂല കേട്ടോ. വലിയ പെയിന്റാണ്. നമ്മള് സ്പ്രൈറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിതായത് കുഞ്ഞി ഗ്ലാസ് ആണ് എടുത്തത്. കാരണം ചെറിയ കുട്ടി സ്പ്രൈറ്റ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ കുഞ്ഞി ഗ്ലാസ്സിലാണ് എടുക്കുന്നത്. ഇനി അവകാശികൾ ഇത് അപ്പുറമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതാ സ്പ്രൈറ്റ് ഇങ്ങോട്ട് കാണിക്കടാ. അപ്പൊ സ്പ്രൈറ്റ് നമ്മൾ കുടിച്ചിട്ടുണ്ട്. 4 ലെറ്റർ ഞാൻ തരാം. 4 ലെറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 എണ്ണം കൂടിയിട്ട് നമുക്ക് അടുത്ത സാധനം എടുത്തിട്ട്. അപ്പൊ ഗൈസ് എന്നെ വെച്ചിട്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാന്ന് വെച്ചാൽ, പക്ഷെ നൂഡിൽസിന് ഒരു ഇപ്പി കിട്ടിയതിന് എല്ലാം നൂഡിൽസ് തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. എന്താ ഗൈസ് അവിടെ ജാദു ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല. അവിടെ ജാദു ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് നൂഡിൽസിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് പൊട്ടിച്ചിട്ട് പറയാം. നാരങ്ങ 2 പിന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഒരു നൂഡിൽസ് ഉണ്ടാക്കാം. എന്നിട്ട് വെച്ചിട്ട് ബാക്കി അനിയൻ എടുക്കാം. ഞാനൊരു സ്പൂണാകുന്നുള്ളൂ, ബാക്കി ഒന്നും ഞാൻ ഒരു തിന്നലില്ലാലോ. ഉമ്മാന്റെ ചായ ഇവിടെ തിളക്കുന്നുണ്ട്. എന്തിട്ടായിരുന്നു? നമ്മുടെ നൂഡിൽസ് ഇവിടെ സെറ്റ് ആക്കട്ടെ കേട്ടോ.
വിളിച്ചെന്നാ. ഗൈസ് നൂഡിൽസിന് അവകാശികൾ ഇങ്ങനെ കൂടി കൂടി വരും കേട്ടോ. ചൂടുണ്ട് ചൂടുണ്ട് ചൂടുണ്ട്. ഞാൻ കഴിച്ചിട്ട് സ്കൂളിൽ വരുമോ? ഇനി കോരിക്കോ, ഒറ്റക്ക് കോരണം. അപ്പോൾ ഗൈസ് നൂഡിൽസ് കഴിക്കാൻ പോകാം കേട്ടോ. ഇതുകൂടി കഴിഞ്ഞാൽ ഇനി ഒരു അക്ഷരം കൂടിയേ ബാക്കിയുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ. എന്നിൻ്റെ തന്നെ ഞാൻ ഈ കഴിക്കുന്നത് നൂഡിൽസ്. എല്ലാം അല്ല അത് അയ്യാണ്. അയ്യാണ് ഐ ഐ ഐ. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഗൈസ് 5 അക്ഷരം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നൂഡിൽസ് ഞാൻ 2 വയെ കഴിക്കുന്നുള്ളൂ. നൂഡിൽസിനുണ്ട് അവിടെ അവകാശം വന്നിരിക്കുന്നുണ്ട്. അങ്ങോട്ട് വെച്ചിട്ട് കഴിച്ചോ, അപ്പുറത്തേക്ക് വെച്ച് കഴിച്ചോ. ഇതാ വേറൊരാൾ പാത്രത്തിൽ വാങ്ങിയിട്ടിരിക്കുന്നുണ്ട്. ഇതിപ്പം എൻ്റെ നെയിമിൻ്റെ ചാലഞ്ചാണോ ഇവരെ നെയിമിൻ്റെ ചാലഞ്ചാണോ എന്നാണ് എനിക്കിപ്പോൾ ഡൗട്ട്. മതിയോ? അങ്ങനെ പറയല്ലേ, അതും കൂടി കഴിച്ചിട്ട് പോ. വീഴും വീഴും, ഞാൻ ഇറക്കി തരാം. ഇതാ ഇവിടെ ഗായ്സ് നമ്മൾ ചാലഞ്ചിൻ്റെ 5 അക്ഷരങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ അക്ഷരം ഇനി ഐ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി 5 അക്ഷരങ്ങളും THASN 5 അക്ഷരങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഈ അക്ഷരത്തിൻ്റെ സാധനം ഞാൻ എന്താ കഴിക്കുന്നതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതാണ്. ഒരാളിതവിടെ ഒരാളിതവിടെ. അതിന് എന്തിനാ ഇവിടെ വന്നേ? അടുക്കള എന്തിനാ വന്നേ? എന്തിനാ വന്നേ? എന്ത് തിന്നാനാ വന്നേ? ഹക്കീമ് തിന്നാന്. ഗൈസ് ലാസ്റ്റത്തെ ലെറ്ററിന്റെ സാധനം ഐസ്ക്രീം ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ വന്നതാണ് രണ്ടാളും കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ലെറ്ററിന്റെ സാധനം കൂടി. അപ്പോൾ ഗൈസ് ഒരൈ ഉള്ളതിന് ഐസ്ക്രീം തോനെ വാങ്ങേണ്ടി വന്നു എനിക്ക്. ഇത് 3 ഐസ്ക്രീം ഉണ്ട്. അപ്പോൾ ഒരു 2 കൊടുത്തിട്ട് ഒന്ന് നമുക്ക് കഴിച്ചിട്ട് നമ്മളെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം. നല്ല മഴയാണ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിയില്ല. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ലെറ്ററിൻ്റെ ഐസ്ക്രീം ഇതാ അവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി കഴിക്കാം കേട്ടോ. എന്നോ പോരാൻ കിട്ടുന്നില്ല, ഒറ്റ കൈ കൊണ്ട് ഇത് പോരൽ കുറച്ച് റിസ്ക്കാണ്. അന്നോ ഈ കപ്പൊന്ന് പിടിക്കടാ, ഈ കപ്പൊന്ന് പിടിക്കാൻ ഒന്ന് പോരട്ടെ. പിടിച്ചോട്ടോ, കൊണ്ട് പിടിച്ചോട്ടോ. എന്താ കാട്ടുന്നത്? ഞാൻ ഇങ്ങനെ പോരെ, ഇങ്ങനെ പിടിച്ചാല് അടി കൂടെ പിടിക്കും. പിടിച്ചോട്ടോ, ഒഴുക്. പിടിച്ചോട്ടോ, പോരട്ടെ. കഷ്ടപ്പെട്ട് ഞാൻ 2 വൈ കഴിച്ച്. ഇനി നമുക്ക് 2 കൈ കൊണ്ട് പിടിച്ചിട്ട് കഴിക്കാം, അല്ലാണ്ട് ഒറ്റ കൈ കൊണ്ട് കോരി പിടിക്കൽ നടക്കൂല. അപ്പം ഞാനൊരു ചെറിയൊരു ചാലഞ്ച് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇവരെല്ലാവരും പാടെ കൂടിയപ്പോൾ ഒരു കലപില വീഡിയോ ആയി എനിക്ക് തോന്നുന്നുണ്ട്. നല്ല രീതിക്ക് ബോറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഒരുപാട് എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ വന്നത്. ഞാൻ വിചാരിച്ച പോലെ നായില്ല, വേറെ എന്തൊക്കെ രീതിക്ക് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. വേറൊരു ചാലഞ്ച് വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.